നമ്മുടെ വീട്ടിലത്തെ വേറൊരു തരം മുളക് നോക്കിയേ. നമ്മളിങ്ങനെ കുറേ ഒരു വരിയായിട്ട് ഈ ഒരു അറ്റം തൊട്ട് അറ്റം വരെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഓരോ കടയമയും നോക്കുമ്പോഴും എല്ലാ കടയമയും ഓരോ പോലെ തന്നെയാണ് മുളക് ഉണ്ടായിട്ടുള്ളത്. ഒരാള് പോലും ഒരു കടയമ ഒരു കുറവെന്ന് പറയാനില്ല, അതേപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതുമ്മ നിർത്തിയിട്ടുള്ള ഈ പഴുപ്പിച്ച് നിർത്തിയിട്ടുള്ള ഈ മുളക് എന്ന് പറയുന്നത് നമ്മൾ വീട്ടാവശ്യത്തിന് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ മുളകിനെ പറയുന്ന പേര് എന്ന് പറയുന്നത് പിസ്ത മുളകാണ്. കാരണം നമ്മുടെ ഈ മുളകിന്റെ കളർ നോക്കിയാൽ പിസ്തയുടെ കളർ പോലെ ഇല്ലേ. അപ്പോൾ ഇതൊരു ചൂനിയൻ ടൈപ്പിൽ പെട്ടിട്ടുള്ള മുളകാണ്. പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടാ. പക്ഷെ ഒത്തിരി ഉണ്ടാവണ്ട ഒരു കടയിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ നമുക്കറിയാം മുളക് ഉണ്ടാവണത്. പൂവും പച്ചയും പഴുത്തതും ഒക്കെ ആയിട്ടുണ്ട്.